കർത്താവിന് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ മനസ്സുണ്ട്. യേശുവിന്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വന്ന് തന്റെ അവസാന പ്രതീക്ഷ എന്നോണം വന്ന് പറയുകയാണ്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. തന്റെ ഭവനത്തിൽ നിന്ന് മാറ്റി നിർത്തി, സഹോദരങ്ങൾ മാറ്റി നിർത്തി, സ്നേഹിതർ മാറ്റി നിർത്തി, സ്വന്തം കുടുംബത്തിൽ പോലും കയറാൻ കഴിയാതെ പാളയത്തിന് പുറത്ത് കടക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ഒരു കുഷ്ഠരോഗി, മറ്റുള്ളവരുമായി ഒരു സമ്പർക്കം അവന് അനുവദിക്കാത്തൊരു കാലഘട്ടം. എന്നാൽ അതിന്റെ നടുവിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ഇനി ഞാൻ എവിടെ പോകുമെന്നെല്ലാം ചിന്തിച്ച സ്ഥാനത്ത് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശു അവനെ തൊട്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. ഈ പ്രഭാതത്തിലും കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവിക ശബ്ദം അത് തന്നെയാണ്. നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ, നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ, നിന്റെ കുടുംബത്തിൽ ഇടപെടാൻ, നിന്റെ ഭാവിയിൽ ഇടപെടാൻ, നിന്റെ തലമുറയുടെ കാര്യത്തിൽ ഇടപെടാൻ, നിന്റെ സകല മേഖലയിലും ഇടപെടാൻ ദൈവത്തിന് മനസ്സുണ്ട്. പലപ്പോഴും എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ ആരുമില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ, എൻ്റെ കാര്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് നീ പറയുമ്പോൾ, യേശു നിന്നോട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട് നിന്റെ കാര്യത്തിനകത്ത് ഇടപെടാൻ. ഇപ്പോൾ നീ ഭാരം അനുഭവിക്കുന്ന ഈ വേദനയുടെ നടുവിൽ കർത്താവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, മനസ്സുള്ള, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു.